കുറച്ച് വൈകിപ്പോയി. പക്ഷെ ഞാൻ വൈകിയത് ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോ എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാലേ, ഈ നമ്മുടെ സാജു, ഞങ്ങൾ ഒരുമിച്ച് ഗാനമേളയ്ക്ക് പോകുമ്പോൾ മിമിക്രി ഒക്കെ കാണിച്ചിടുമ്പോൾ സാജു ഗിന്നസിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അതുകൂടാതെ മറ്റു ട്രൂപ്പുകളിലൊക്കെ നടക്കുമ്പോൾ സാജു, ഞാനങ്ങനെ വലിയ മിമിക്രിക്കാരനും അതുപോലെ ഡാൻസറും ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അതിനുശേഷം സാജു പിന്നെ അയാളുടെ പ്രവൃത്തി പഥത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് ഒരുപാട് നമ്മുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ആളാണ്. അതുകൂടാതെ നമ്മുടെ ഷിജു അഞ്ചുമന ഓണത്തിനടക്ക് പൊട്ടുവെച്ചതോ കാസറ്റില് ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു ജഡ്ജിങ് കമ്മിറ്റി കണ്ടെത്തിയ മുത്താണ്. ഇവനാള് ചെറിയ ആളായിരുന്നു. അപ്പോൾ എഴുതാൻ വേണ്ടി വരുമ്പോ ആളെങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു ജഡ്ജിങ് കമ്മിറ്റി ആയിരുന്നു ഞങ്ങള്. പിന്നെ ഇതില് ആള് പാസ്സാവുകയും അത് മാത്രമല്ല ഒരുപാട് ഡിഗ്രി എടുക്കുകയും പ്രസാദിയറിനെ പോലെ മിമിക്രിയുടെയൊക്കെ തലതൊട്ടപ്പന്മാരെന്ന് പറയുന്ന പ്രസാദിയറിന്റെയൊക്കെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഒരുപാട് 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 സന്തോഷിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇനി ഈ ലാൽപ്രിയനെ കുറിച്ച്, ലാൽപ്രിയൻ സംവിധാനം ചെയ്ത പുഞ്ചിരി ട്രാവൽസ് എന്ന് പറഞ്ഞ സീരിയല് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാനാണത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ശരിക്കും പറഞ്ഞ പാട്ടും പാടി വെറുതെ നടന്നു മതിയായിരുന്നു. പക്ഷേ അവന് ഞാൻ പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞുതരാം. അത് രഹസ്യമായിട്ട് വരേണ്ട കാര്യമാണ്. ആദ്യം നമ്മൾ വിചാരിക്കുന്നത് സംരംഭമായാലും ഇതിൽ നിന്ന് ലാഭം കൊയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ലാഭം കൊയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇനി ഇതുകൊണ്ട് ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടട്ടെ എന്നാണ് പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത. അപ്പൊ അങ്ങനെ വരികയും അങ്ങേരുടെ കഴിവ് തെളിയിച്ച് ഒരുപാട് ഇപ്പൊ കാശി എന്ന് പറഞ്ഞ കാശി ഷോർട്ട് ഫിലിമില് ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഒരു പോലീസുകാരനായിട്ട്, താടിയൊന്നും ഇല്ലാത്തൊരു പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോ അദ്ദേഹം എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു എന്ന് പറയുന്നത്, ഞാൻ അഭിനയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അഭിനയിപ്പിച്ചു എന്ന് പറയുന്നതാണ്. കാരണം അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകളെ കൊണ്ടുപോലും നന്നായി അഭിനയിപ്പിക്കുവാൻ കഴിവുള്ള വളരെ ക്രാഫ്റ്റുള്ള ഒരു മനുഷ്യനാണ് ലാൽപ്രിയൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ അതുകൂടാതെ പുഞ്ചിരി ട്രാവൽസിലെ നായകൻ, ഞാൻ പറഞ്ഞില്ലേ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചുവെങ്കിലും ലാഭം ഉണ്ടാക്കാൻ പറ്റാതെ വന്നപ്പോ എന്നാ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഈ സാധനം 54 എപ്പിസോഡ് കൊണ്ടുപോയി. 54 എപ്പിസോഡ് തീർത്ത് കൈരളി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരെണ്ണം കൂടി ചെയ്തുകൂടെ. ഞാൻ